ഭാരതത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ലീഹ ക്രിസ്തുവർഷം 52 കൊടുങ്ങല്ലൂരിലെ മുസിരിസ് തുറമുഖത്തിന് സമീപം മലയങ്കരയിൽ കപ്പലിറങ്ങി എന്ന് ക്രൈസ്തവ പാരമ്പര്യത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. തോമായുടെ ഭാരത സന്ദർശനം, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ദേവാലയ സ്ഥാപനം, രക്തസാക്ഷിത്വം തുടങ്ങിയവ വിവരിക്കുന്ന നിരണത്ത് മാളിയേക്കൽ തോമ എന്ന വൈദികന്റെ റംബാം പാട്ടുകളാണ് തോമാസ് ലീഹ മാലിയങ്കരയിൽ കപ്പലിറങ്ങി എന്ന് വ്യക്തമാക്കുന്നത്. മാർഗം കളിപ്പാട്ട്, റംബാൻ പാട്ട്, വീരടിയൻ പാട്ട് ഇവയെല്ലാം തോമാസ് ലീഹയുടെ കേരള പര്യടനത്തെ വിവരിക്കുന്നു. ഭൂമിയുടെ അതിർത്തികൾ വരെ ക്രിസ്തുവിന് സാക്ഷികളാകാൻ ക്രിസ്തു ശബ്ദത്തിന്റെ ആരംഭത്തിൽ തന്നെ ഇന്ത്യയിലേക്ക് കടന്നുവന്ന് തൻ്റെ 2ാം പ്രേക്ഷിത യാത്ര നിർവഹിച്ച മിഷണറിയാണ് തോമാസ് ലീഹ. സ്ലീഹ രൂപം കൊടുത്ത സപ്ത ദേവാലയങ്ങൾ അഥവാ 7 പള്ളികൾ ചരിത്ര രേഖകളിൽ സ്ഥാനം നേടി. ലോകത്ത് 3 സ്ഥലങ്ങളിലാണ് സ്ലീഹന്മാരുടെ കബറിടത്തിന് മുകളിൽ ദേവാലയങ്ങൾ പണിതിരിക്കുന്നത്. റോമിൽ വിശുദ്ധ പത്രോസിന്റെയും, സ്പെയിനിൽ വിശുദ്ധ യാക്കോബിന്റെയും, മൈലാപ്പൂരിൽ വിശുദ്ധ തോമാസ് ലീഹയുടെയും എന്നത് ഭാഗ്യസ്മരണാർഹമാണ്. AD 52 കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയ തോമ AD 72 ചോളരാജ്യത്തിലെ മൈലാപ്പൂരിൽ രക്തസാക്ഷിത്വം വഹിച്ചു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. 1. കൊടുങ്ങല്ലൂർ. AD 52 കൊടുങ്ങല്ലൂർ മാലിയങ്കരയിൽ കപ്പലിറങ്ങിയ തോമാസ് ലീഹ സുറിയാനി ഭാഷ സംസാരിച്ചിരുന്ന യഹൂദ സമൂഹത്തെ അവിടെ കണ്ടു. അവരോട് സുവിശേഷം പ്രഘോഷിക്കുകയും മാമോദീസ നൽകി ക്രിസ്തു മതത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്തു. കേരളത്തിലെ മലങ്കര സഭയുടെ അടിസ്ഥാനവും മാലിയങ്കര തന്നെയാണെന്ന് പറയപ്പെടുന്നു. 2007 വടക്കൻ പറവൂരിനടുത്ത് പുരാവസ്തു ഖനനത്തോടുകൂടെ ലഭിച്ച തെളിവുകളുടെ വെളിച്ചത്തിൽ മുസിരിസ് കൊടുങ്ങല്ലൂരിനടുത്താണെന്നും 1342 പെരിയാറിന്റെ വെള്ളപ്പൊക്കത്തിൽ നദിയുടെ സ്ഥാനം മാറിയിരിക്കാമെന്ന ചിന്തയിലേക്ക് ഇത് വഴിമാറി. ഇവിടെ ഉണ്ടായിരുന്ന യഹൂദരായിരുന്നു ആദ്യകാല ക്രിസ്ത്യാനികളെന്ന് ചരിത്രകാരനായ വില്യം ലോഗൻ വിവരിക്കുന്നുണ്ട്. സ്ലീഹ ചില രാജ്യകുടുംബാംഗങ്ങളെ സത്യമാർഗത്തിൽ ചേർത്ത ശേഷം ചോളദേശത്തേക്കും ചൈനയിലേക്കും പോയെന്നും പിന്നീട് മല്യങ്കരയിൽ തിരിച്ചെത്തി അവിടെ സ്ലീഹ 1.5 വർഷം സേവനം ചെയ്യുകയും 3000-ലധികം പേരെ മാർഗത്തിൽ ചേർക്കുകയും ചെയ്തെന്ന് റംബൻ പാട്ടിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 2ാമത്തെ പള്ളിയാണ് പാലയൂർ പള്ളി. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം എന്ന പാരമ്പര്യം പുലർത്തുന്ന ദേവാലയമാണത്. ബ്രാഹ്മണരുടെയും യഹൂദരുടെയും ശക്തി കേന്ദ്രമായിരുന്ന പാലയൂരിനെ ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന വിശ്വാസ ഭൂമിയാക്കി മാറ്റാൻ സ്ലീഹായുടെ വരവ് സഹായകരമായി. ഹിന്ദു ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട കുറെ പേർ സ്ലീഹായുടെ ആത്മീയ പ്രബോധനങ്ങൾ ഉൾക്കൊണ്ട് ക്രിസ്തുമതം സ്വീകരിച്ചു. അവരെ സ്നാനപ്പെടുത്തിയ തളിയാക്കുളം ഇന്ത്യയിലെ ക്രിസ്തുമതത്തിന്റെ ജന്മസ്ഥലമാണെന്ന് അറിയപ്പെടുന്നു. 2020 ജൂലൈ 3 പാലയൂർ മാർ തോമ തീർത്ഥാടന കേന്ദ്രത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായി സീറോ മലബാർ സഭ പ്രഖ്യാപിച്ചു. കേരളത്തിലെ ക്രൈസ്തവ സഭയോളം തന്നെ പഴക്കമുള്ള പ്രശസ്തമായ പാലയൂർ പള്ളി മലയാളക്കരയുടെ വിശ്വാസ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വളർക്കൂളുള്ള മണ്ണാണെന്ന് മുസിരിസിൽ നിന്നും ബോട്ടിൽ തോമാസ് ലീഹ വന്നിറങ്ങിയ വഞ്ചിക്കടവിൽ ബോട്ട് മാതൃകയിലുള്ള കപ്പേളയും നമുക്ക് അവിടെ കാണാനായിട്ട് ആകും. 2016 നവംബർ 19 ഫ്രാൻസിസ് പാപ്പയുടെ ഡിക്രിയിലൂടെ പാലയൂരിൽ വിശ്വാസ കവാടം സ്ഥാപിച്ചു. കവാടം കടന്നു പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനവും പാപ്പ പ്രഖ്യാപിച്ചു. 3ാമത്തെ പള്ളിയാണ് പറവൂർ അല്ലെങ്കിൽ കോട്ടക്കാവ് പള്ളി. മാർ തോമാസ് ലീഹ കപ്പലിറങ്ങിയ മുസിരീസിന് വളരെ അടുത്തും വേമ്പനാട്ടുകായലിന്റെ തീരത്തുമായി AD 52 സ്ലീഹായാൽ സ്ഥാപിതമായ ദേവാലയമാണിത്. പഴയ രേഖകളിൽ
പഴമന്ന പറവർ എന്ന് അറിയപ്പെടുന്നു. പഴയകാലത്ത് ഈ സ്ഥലം കോട്ടക്കകത്തുള്ള കാവ് അഥവാ അമ്പലം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടെ നിന്നാണ് ശ്ലീഹ മൈലാപ്പൂരിലേക്ക് പോയതെന്ന് പറയപ്പെടുന്നു. തീർത്ഥാടന കേന്ദ്രത്തിന്റെ ബലിപീഠത്തിന് പ്രിവിലേജ് ഓൾട്ടർ എന്ന പൂർണ്ണ ദണ്ഡവിമോചനം കൽപ്പിച്ചു നൽകിയിട്ടുള്ളതാണ്. ഇവിടെ വന്ന് ദിവ്യബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. നാലാമത്തെ പള്ളിയാണ് കോക്കമംഗലം. വേമ്പനാട്ട് തടാകത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണിത്. കൊടുങ്ങല്ലൂരിൽ നിന്നും കൊല്ലത്തേക്ക് പോയിക്കൊണ്ടിരുന്ന കപ്പലുകൾ കോക്കമംഗലം മുനമ്പിലൂടെയാണ് പോയിരുന്നത്. കൊടുങ്ങല്ലൂരിൽ നിന്നും കോക്കമംഗലത്തെ എത്തിയ ശ്ലീഹ ഏകദേശം 1600 പരം ആളുകളെ ക്രിസ്തു മതത്തിലേക്ക് സ്നാനപ്പെടുത്തി. കോക്കമംഗലത്ത് അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന പള്ളി 1900 പണിതതാണ്. ഇപ്പോഴത്തെ പള്ളി 2015 പൂർത്തീകരിച്ചതാണ്. അഞ്ചാമത്തെ പള്ളിയാണ് കൊല്ലം. AD 52 സ്ഥാപിച്ച പള്ളി കടൽക്ഷോഭത്താൽ തകർന്നുപോയി എന്ന് പറയപ്പെടുന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും കടലിനടിയിൽ കാണാമെന്ന് പ്രദേശവാസികൾ പറയുന്നു. പിന്നീട് സാധാരണക്കാരായ ഒരു മത്സ്യവ്യാപാരി ഒരു പള്ളിക്കല്ല് കൊണ്ടുവരികയും വലിയ പള്ളി പണിയാൻ അത് കാരണമാവുകയും ചെയ്തു. പോപ്പ് ജോൺ 23 ഇന്ത്യയിലെ ആദ്യത്തെ രൂപതയായി കൊല്ലം രൂപതയെ തെരഞ്ഞെടുത്തു. 70 വർഷങ്ങൾക്ക് ശേഷം പള്ളി പുതുക്കി പണിയുകയും 1986 പോപ്പ് ജോൺ പോൾ II തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആറാമത്തെ പള്ളിയാണ് നിരണം. ക്രിസ്തുവർഷം 1ഉം 2ഉം നൂറ്റാണ്ടുകളിൽ രാജ്യാന്തര കച്ചവടവും കേന്ദ്രവും തുറമുഖ പട്ടണവുമായിരുന്നു നിരണം. കടലിനോട് അടുത്ത് കിടക്കുന്ന ഈ ദേശം കടൽ മാറി കര രൂപപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു. വെള്ളമുള്ള മണ്ണ് എന്നർത്ഥമുള്ള നീർ, മണ്ണ് എന്നീ വാക്കുകളിൽ നിന്നാണ് നിരണം എന്ന പേരുണ്ടായത്. AD 52 തോമസ് ലീഗ ഒരു പായ്ക്കപ്പലിൽ ഇവിടെ എത്തിയെന്നും മലങ്കര കത്തോലിക്ക സഭയുടെ കീഴിൽ ആദ്യത്തെ ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടു. 1259 മറ്റൊരു വലിയ പള്ളി പണിതതായി രേഖകൾ ഉണ്ട്. ദേവാലയത്തിന് മുമ്പിലുള്ള വലിയ കരിങ്കിൽ കുരിശ് ഹൈന്ദവ സംസ്കാരത്തിന്റെ വാസ്തുവിദ്യ വ്യക്തമാക്കുന്നു. ഏഴാമത്തെ പള്ളിയാണ് നിലയ്ക്കൽ. പ്രമുഖ വാണിജ്യ കേന്ദ്രമാണിത്. സംഘകാല കൃതികളായ ചിലപ്പതികാരത്തിലും പതിറ്റുപത്തിലും നിലയ്ക്കലിനെ പറ്റി പറയുന്നുണ്ട്. സ്വർണവും സിൽക്കും വാങ്ങുന്നതിന് പാണ്ഡ്യരാജാവിന്റെ സേവകർ ചേര രാജ്യത്ത് നിലയ്ക്കൽ പ്രദേശത്ത് ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ലയിൽ വന്നിരുന്നു എന്നാണ്. അതിനാൽ പത്തനംതിട്ട ജില്ലയിലെ നിലയ്ക്കൽ കേന്ദ്രമായുള്ള പ്രദേശങ്ങളെല്ലാം സ്വർണവും സിൽക്കും വ്യാപാരം ചെയ്തിരുന്ന പ്രദേശമാണെന്ന് വ്യക്തമാണ്. നിലയ്ക്കലിൻ്റെയും ചുറ്റുമുള്ള പ്രദേശങ്ങളുടെയും പേരുകൾ സൂചിപ്പിക്കുന്നത് അവയെല്ലാം പട്ടാള ക്യാമ്പുകളും യുദ്ധങ്ങളും ആയുധങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. 1311 1315 ഇടയ്ക്കുണ്ടായ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് ക്രിസ്ത്യാനികൾ ഇവിടെ നിന്നും അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോയി. രോഗങ്ങളും വന്യമൃഗങ്ങളുടെ ആക്രമണവും മൂലവും ക്രിസ്ത്യാനികൾ അവിടം വിട്ടുപോയി. 14-ാം നൂറ്റാണ്ട് മുതൽ നിലയ്ക്കൽ പ്രദേശത്ത് ക്രിസ്ത്യാനികൾ ഇല്ലാതെയായി. 1983 ശബരിവനത്തിൽ ഒരു കുരിശിന്റെ ഭാഗം കണ്ടെത്താനായി ഇടയായി. 1984 നിലയ്ക്കൽ വനം പ്രദേശത്ത് തേവാർ മലയിൽ സെന്റ് തോമസ് ഇക്യുമെനിക്കൽ ദേവാലയം സ്ഥാപിച്ചു. ക്രൈസ്തവ ചരിത്രത്തിന്റെ സ്മാരകമായി ഈ പള്ളി ഇന്നും നിലനിൽക്കുന്നു. എട്ടാമത്തെ പള്ളിയാണ്, അതായത് അരപ്പള്ളി എന്ന് പറയുന്ന തിരുവിതാംകോട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അന്താരാഷ്ട്ര മാർ തോമൻ തീർത്ഥാടന കേന്ദ്രമാണിത്. AD 63 തോമാസികയാണ് ഈ അരപ്പള്ളി സ്ഥാപിച്ചത്. കടൽ മാർഗം കന്യാകുമാരി ജില്ലയിലെ വ്യാപാര കേന്ദ്രവും തുറമുഖ പട്ടണവുമായിരുന്ന ചിന്നമുട്ട എന്ന സ്ഥലത്ത് കപ്പലിറങ്ങി. ഈ പ്രദേശത്തെ തിരുവിതാംകോട്
നാട്ടുരാജാവായ യോക്കിം എന്ന രാജാവിൻ്റെ പൂർണ്ണ സഹകരണം സ്ലീഹായുടെ പ്രവർത്തനങ്ങൾക്ക് അവിടെ ആരാധന ആലയം സ്ഥാപിക്കാൻ അനുമതിയായി. തിരുവിതാംകോടിൻ്റെ സാംസ്കാരിക കേന്ദ്രമാണ് അരപ്പള്ളി എന്ന് പറയുന്ന ഈ സ്ഥലം. ജാതി മതഭേദമന്യേ എല്ലാവരും സംഗമിക്കുന്ന സ്ഥലമാണിത്. ഹിന്ദു മുസ്ലിം ദേവാലയങ്ങളുടെ ഇടയിൽ സമാധാന സന്ദേശമുയർത്തി പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഈ ദേവാലയം നിലനിൽക്കുന്നു. വാസ്തുശില്പ ചാരുതയുടെ കൽത്തൂണുകളും പുരാതന കാലത്തെ മാമുദിസ തൊട്ടി, കരിങ്കൽ കൊത്തിയ ക്രൂശിത രൂപം, കാൽ കഴുകാനുള്ള കാൽത്തൊട്ടി എന്നിവ ഈ ആരാധനാലയത്തെ ലോകത്തെ തന്നെ വ്യത്യസ്ത പൈതൃക കേന്ദ്രമായി മാറ്റിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന മാർ തോമാസ് ലീഹയുടെ ഈ 7 പള്ളികൾ സന്ദർശിക്കുവാനും അവിടെ പോയി ഒരല്പനേരം പ്രാർത്ഥിക്കുവാനും നമുക്കും സാധിക്കണം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.